ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പാവയ്ക്കയും മുട്ടയും ഉപയോഗിച്ച് തോരനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പാവയ്ക്ക ഞാൻ നേരിയതായിട്ട് അരിഞ്ഞിട്ട് അത് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ സവാള, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടു. നേരത്തെ അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പാവയ്ക്ക നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി പാവയ്ക്കയും മുട്ടയും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. നമ്മുടെ പാവയ്ക്ക മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.